ഇത് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം PC ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ ഈ ബൂട്ടബിൾ മീഡിയ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് തൊട്ട് മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി റീസ്റ്റാർട്ടായി വരുന്ന സമയത്ത് നമ്മൾ ബൂട്ടബിൾ മീഡിയ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് F8 ആണ് ഞാനിവിടെ പ്രസ് ചെയ്യുന്നത്. ഓരോ PC-യുടെ ബ്രാൻഡിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും. നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ F8 പ്രസ് ചെയ്തു. ഓക്കെ, അതിൽ SSD അല്ല, നമ്മുടെ USB ഇല്ലേ, USB സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ടു ഇൻസ്റ്റാൾ, അത് ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെ കൊടുക്കാം. പിന്നെ ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ് നമുക്ക് ഇന്ത്യ കൊടുക്കാം. കീബോർഡ് ഇൻപുട്ട് മെത്തേഡും ഇന്ത്യ തന്നെ കൊടുക്കാം. ഇനി ഇൻസ്റ്റാൾ വിൻഡോസ്, ഐ ഡോണ്ട് ഹാവ് പ്രൊഡക്റ്റ് കീ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് വേണ്ട എഡിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. വിൻഡോസ് 11 ഞാനിവിടെ പ്രോ ആണ് സെലക്ട് ചെയ്യുന്നത്. പ്രോ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഹോം എഡിഷൻ ആണെങ്കിൽ ഹോം എഡിഷൻ, ഇഷ്ടമുള്ള എഡിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, ചെക്ക് ചെയ്ത് അക്സെപ്റ്റ് കൊടുക്കുക. ഡിസ്ക് കാര്യമെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്പ് വരും. ഡിസ്ക് ഇതിലിപ്പോൾ ഞാനിതിലെ പാർട്ടീഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. പ്രീവിയസ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുള്ള ഒരുപാട് പാർട്ടീഷൻസ് ഉണ്ടാവും. അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഞാനത് മൊത്തം ക്ലബ് ചെയ്ത് ടോട്ടലായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ ഒരു ഡ്രൈവ് ഫുള്ളായിട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രൈവ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യരുത്. അപ്പോൾ ആവശ്യമില്ലാത്ത ഡ്രൈവ്സ്, ഫയൽസ് മീൻസ് സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലബ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ടോട്ടലൊരു എത്ര GB ആണോ അത് അലൊക്കേറ്റഡ് സ്പേസ് ആയിട്ട് കാണിക്കും. ഇതാ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ലേ അതുപോലെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ന്യൂ പാർട്ടീഷൻ ആക്കുക. ഒരു സ്പേസ് വെച്ചിട്ട് അപ്ലൈ കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ചെറിയ പാർട്ടീഷൻസ് ഉണ്ട്. മെയിൻ പാർട്ടീഷൻ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് വെച്ച് നെക്സ്റ്റ് കൊടുത്താൽ മതി. റെഡി ടു ഇൻസ്റ്റാൾ. ഓക്കെ, ഇത് കുറച്ചൊരു ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാനിതൊന്ന് സ്പീഡിൽ കാണിക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ സിസ്റ്റം ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ചിലപ്പോൾ ഇങ്ങനെ റീസ്റ്റാർട്ടായി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാര്യമാക്കേണ്ടതില്ല. ഇത് ഇൻസ്റ്റാളേഷൻ്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് മാറി ഇൻസ്റ്റാൾ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാം. കൺട്രി റീജിയൻ ഇന്ത്യ കൊടുക്കാം. കീബോർഡ് ലേഔട്ടും ഇന്ത്യയാണ് കൊടുക്കുന്നത്.
ഓക്കെ, നെറ്റില്ല. ഇൻ്റർനെറ്റ് കൊടുത്ത് ഞാൻ നെക്സ്റ്റ് പോകുന്നുണ്ട്. ഡിവൈസിൻ്റെ പേര് ബോട്ടെക് എന്ന് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇതുപോലെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ്, എക്സിറ്റ്. ഓക്കെ, സ്ക്രീനിൽ കാര്യമെല്ലാം അവർ സെറ്റ് ചെയ്യുന്നൊരു ടൈമാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഹോം സ്ക്രീൻ വരുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാനിത് സ്ക്രീൻ റെക്കോർഡിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റം ആക്ടിവേഷൻ ചെയ്യുന്നത് നോക്കാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ സിസ്റ്റം ആക്ടിവേറ്റഡ് അല്ല. അത് കാണിച്ചു തരാം നമുക്ക്. ആക്ടിവേറ്റഡ് അല്ല. ഇതിന് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. നെറ്റ് ഓൾറെഡി കണക്റ്റഡ് ആണ്. നമ്മൾ സ്റ്റാർട്ടിൽ പവർ ഷെല്ല് ഓപ്പൺ ചെയ്യാം. വിൻഡോസ് പവർ ഷെല്ല് അത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യണേ. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന കമൻറ്റ് അതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്യാം. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. ഓക്കെ, ഇനി എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ, ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് HWID അത് വെച്ചാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഓരോ ടൂൾസ് ഉണ്ട് ഇതിൽ MS ഓഫീസ് കാര്യങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും. നമുക്ക് വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യാൻ പ്രസ് 1. വീണ്ടും ഒരു ടാബ് ഓപ്പൺ ആയി വരും. കുറച്ച് ടൈം കൊടുക്കാം. ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെയാവും. ചിലപ്പോൾ ഒരു അരമണിക്കൂർ വരെയൊക്കെ എടുത്തെന്ന് വരും. ആക്ടിവേറ്റിംഗ്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, പ്രസ് കീ ടു ഗോ ബാക്ക്. ജസ്റ്റ് എൻട്രോ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യാം. ക്ലോസ് ചെയ്യാം. അതിൽ എക്സിറ്റ് ഉണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കാം ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ. ഓക്കെ, സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.